നാട്ടിലിറങ്ങുന്ന കാട്ടാന, കാട്ടുപോത്ത്, കാട്ടുപന്നി തൊട്ട് പുലി, കടുവ വരെ ജനങ്ങളുടെ ജീവനെടുക്കുകയും ജനങ്ങൾക്ക് വലിയ തലവേദനയാകുകയും ചെയ്യുന്ന സമയമാണ്. വലിയ ജനവികാരം അലയടിക്കുന്ന സമയത്ത് കൂടിയാണ് വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ QAT-നൊപ്പം ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. വന്യജീവി സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ല എന്ന് ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ പറയുന്നത് പ്രകൃതിയുടെ നിയമം അനുസരിച്ചാണ്. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവസാന വാക്കില്ലല്ലോ. ആ അർത്ഥത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ എന്നത്തേക്ക് അന്തിമ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ചോദ്യത്തിന് അങ്ങനെ തീയതി നിശ്ചയിച്ച് കട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു യാന്ത്രിക ജോലിയല്ലല്ലോ ഇത്. മനുഷ്യന്മാരും മൃഗങ്ങളും ഉള്ളൊരു സംഘർഷം എന്ന് പറയുന്നത് പല കാരണങ്ങളാലും ഉണ്ടാകും. ആ കാരണങ്ങൾ പൂർണ്ണമായും മാറുമ്പോഴേ അത് എന്നത്തേക്ക് മാറുമെന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു കാര്യമായതുകൊണ്ട് ഞാൻ അല്ലാതെ സാധ്യമല്ല എന്നുള്ള അർത്ഥത്തിലല്ല, സാധാരണ നിലയിൽ അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ എന്ന നമ്മുടെ ഒരു സ്വാഭാവികമായ പ്രതികരണത്തിന് അപ്പുറത്ത് അതിനെ ഒരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ജീവനുകൾ പൊലിയുന്ന ഒരു സാഹചര്യം, അത്രയും വലിയ കൃഷിനാശമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലും ഇതിനൊരു പരിഹാരം പിന്നെ ആര് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യമാണല്ലോ ജനങ്ങൾ ചോദിക്കുക. അപ്പോൾ ഇതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല എന്ന് സർക്കാരും മന്ത്രിയൊക്കെ പറയുന്നിടത്ത് ജനങ്ങളുടെ ഒരു ആശങ്ക വല്ലാതെ ഇരട്ടിയാവില്ലേ? അല്ല, അങ്ങനെ അതൊരു പരിഹാരം കാണാൻ കഴിയാത്തൊരു വിഷയം എന്ന സെൻസിലല്ല, മറ്റു തരത്തിൽ പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള സെൻസ്. അതിന് പക്ഷേ പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനാണ്. ആ ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾക്ക് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ നിലപാട്. ഈ കഴിഞ്ഞ കുറേ സമയങ്ങളായിട്ട് ഇത്തരം വന്യജീവി സംഘർഷത്തിൽ മരിച്ചവരുടെ എണ്ണം ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കൂടുതലാണ്. അത് സർക്കാരിൻ്റെ വീഴ്ചയല്ലേ, വനംവകുപ്പിൻ്റെ വീഴ്ചയല്ലേ, മന്ത്രിയുടെ വീഴ്ചയാണ് എന്ന് പ്രതിപക്ഷം പറയുന്നതിൽ കാര്യമില്ലേ? അല്ല, അതിലെ ലോജിക്ക് എന്താണെന്ന് പറഞ്ഞാൽ തിരക്കേടില്ല. നമ്മൾ വന്യജീവികളും കാട്ടിൽ നിന്നും നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ചോദ്യത്തിനാണല്ലോ ആദ്യം ഉത്തരം വേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായാലാണ് പരിഹാരം. അപ്പോൾ ഞങ്ങൾ ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഞങ്ങൾക്ക് അനുഭവത്തിൽ കാണാൻ കഴിഞ്ഞത് വിവിധ കാരണങ്ങളാലാണ് വന്യജീവികൾ നാട്ടിൻ പുറങ്ങളിൽ ഇറങ്ങി വന്ന് മനുഷ്യനെ കൊല്ലുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള പരിഹാരമാണ് കാണേണ്ടത്. ആ പരിഹാര മാർഗങ്ങൾ ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളും അല്ല. UDF ഹർത്താൽ കഴിഞ്ഞു, ഈ പറയുന്ന വിഷയങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണല്ലോ. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ കർഷക യൂണിയൻ പോലും പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളെ പോലും ഈ കാര്യങ്ങൾ, മിനിസ്റ്റർ പറഞ്ഞ ഈ കണക്കുകളും കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നാണ്. എന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അവരവിടെ ജീവിക്കുന്ന പ്രദേശത്തെ അനുഭവം അവർ പറയുന്നത് മാത്രമല്ല, പരിഹാരം കാണാൻ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട് എന്ന കാര്യം ഉത്തരവാദപ്പെട്ട ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രി അറിയിക്കുക മാത്രമാണ് അവർ ചെയ്തത്. പിന്നെ അവിടെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. സ്വാഭാവികമായും അത് വെച്ചു അതൊരു ആഭ്യന്തര പ്രശ്നമോ തർക്കമോ വഴിവെക്കുന്ന ഒന്നല്ല. വിമർശനം മുഴുവൻ വനം വകുപ്പിനെതിരെയാണ്. അതെ, വനം വകുപ്പിനെതിരെ നടക്കുന്നത് വനം വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനാണ്. മന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്നില്ലെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അലംഭാവം കാണിക്കുന്നു, അവർ എഴുതി തരുന്നതൊക്കെ മന്ത്രി അതേപടി വായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിലുണ്ടോ കാര്യം? അവർ ആണല്ലോ എനിക്ക് റിപ്പോർട്ട് തരേണ്ടത്. ഏത് മന്ത്രിയാണ്, ഏത് ഗവൺമെൻറ്റിലെ മന്ത്രിയാണ് ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ടിന് പുറമെ സ്വകാര്യ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്? അതൊക്കെ ആലങ്കാരിക ഭാഷ. അതിനൊന്നും നമ്മൾ ഒരു മറുപടി പറയേണ്ട കാര്യമില്ല. അതൊക്കെ പ്രസംഗത്തിൽ വരുന്ന ആലങ്കാരിക ഭാഷകളാണ്. ഒരു മന്ത്രിക്ക് വിവരങ്ങൾ കിട്ടണമെങ്കിൽ മന്ത്രി ആരോടാ ചോദിക്കുക? വകുപ്പിനോടല്ലേ, വകുപ്പ് തലവനോടല്ലേ. ആ വകുപ്പ് തലവൻ തയ്യാറാക്കുന്ന നോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ അത് പരിശോധിച്ച് നോക്കുമ്പോൾ മന്ത്രിയുടെ സ്വാഭാവികമായ അറിവും ഇതും തമ്മിലുള്ള വ്യത്യാസമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് ചോദിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി തിരുത്തി മുമ്പോട്ട് പോവുക. അപ്പോൾ ഈ പ്രതിഷേധങ്ങളും ഈ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ മന്ത്രി നടത്തുന്നത് ഇതുകൊണ്ടാണ് എന്നാണ് വിമർശനം. എന്നങ്ങനെ ആരും പ്രതികരിച്ചിട്ടില്ല. ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല, മോശമായി പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാനെന്താ പറഞ്ഞത്? ഇപ്പോൾ ഞാൻ പറഞ്ഞത് സമരങ്ങളെ ഞാൻ ന്യായീകരിക്കല്ലേ ചെയ്തത്.
മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രയാസം സംബന്ധിച്ച് പ്രതിഷേധവും പ്രകടനവും വിമർശനവും സ്വാഭാവികമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. UDFന്റെ സമരത്തെയും പ്രതിഷേധത്തെയും ഹർത്താലിനെയും അനുകൂലിക്കുന്നുണ്ടോ അതിനൊപ്പം? അല്ല, ഹർത്താലും പ്രതിഷേധവും ജാഥയും നടത്താനുള്ള ജനാധിപത്യ അവകാശം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇല്ലേ? അതിനെ നമ്മളെന്തിനാണ് വിമർശിക്കുന്നത്? കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണല്ലോ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുക. ഈ ആക്രമണത്തിൽ ആൾക്കാർ മരിക്കുമ്പോൾ വകുപ്പും മന്ത്രിയും മനുഷ്യർക്കൊപ്പം നിൽക്കുന്നില്ല, പകരം മൃഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു പ്രതിഷേധം. ഞാനങ്ങനെ കേട്ടിട്ടില്ല. മൃഗങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അങ്ങനെയില്ല, മനുഷ്യർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. എന്നാൽ ഉന്മൂലനം എന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? അല്ല, വളരെ ഇൻസെൻസിറ്റീവായിട്ട് മന്ത്രി ചില സമയത്ത് പ്രതികരിക്കുന്നു, ചില പ്രസ്താവനകൾ നടത്തുന്നു. ഇത് വല്ലാത്ത പ്രകോപനം അല്ല, ഏത് പ്രസ്താവനയാണ്? ഇതിപ്പോ ശാശ്വത പരിഹാരം ഇല്ല എന്ന് പറയുന്നത് മനുഷ്യരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ശാശ്വത പരിഹാരം ശാശ്വത പരിഹാരം പൂർണ്ണമായും അല്ല, ശാശ്വത പരിഹാരം എന്നല്ല, എന്നത്തേക്ക് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുമെന്നാണ്. അതൊരു തീയതി നിശ്ചയിച്ച് പറയാൻ പറ്റുമോ? ഇത് ഡേറ്റ് നിശ്ചയിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റുമോ? നിങ്ങൾ പറ. നമ്മൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക, സഹായം എത്തിച്ചു കൊടുക്കുക. അപ്പം 3 തരത്തിലാണ്. ഒന്ന്, പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക, സഹായധനം നൽകുക. 3, ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പരിപാടികൾ ആരംഭിക്കുക. ഈ 3 ഘട്ടത്തിലായ പരിപാടികളാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതിന് വേണ്ടി ഇറ്റ് വിൽ ടേക്ക് സം ടൈം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. മിനിസ്റ്റർ പറയുന്നതിനെ ഇപ്പം മറ്റു തരത്തിൽ ആൾക്കാർ എടുക്കുന്നുണ്ടോ? കാരണം ഇപ്പോൾ ഒരാൾ വന്യജീവി ആക്രമണത്തിൽ മരിക്കുന്നു, ആ മൃതദേഹം കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന നാട്ടുകാർ, ഇങ്ങനെ വലിയൊരു സംഘർഷം നടക്കുന്ന സമയത്ത് മന്ത്രി ചില പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇപ്പം വാഹനാപകടം ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന തരത്തിൽ ചോദിച്ചു. ഇതൊക്കെ വല്ലാണ്ട് പ്രകോപനം ഉണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. പ്രകോപനം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഏത് വാക്കും പ്രകോപനം ഉണ്ട് തരത്തിൽ വ്യാഖ്യാനിക്കാമല്ലോ. ഞാനിപ്പം പറഞ്ഞ നിങ്ങൾക്ക് എന്തെല്ലാം വ്യാഖ്യാനിക്കാം. ഞാൻ ആ വിഷയത്തിലെടുത്ത നിലപാടും തീരുമാനമല്ലേ അറിയേണ്ടത്. എന്താണ് ഞാൻ തീരുമാനിച്ചത്? അത്തരം ഘട്ടമുണ്ടായപ്പോൾ ഞാൻ എന്താണ് തീരുമാനിച്ചത്? ഗവൺമെൻറ്റിൻ്റെ നിലപാട് എന്തായിരുന്നു? അല്ല, മരിച്ച ശേഷം ധനസഹായം കൊടുക്കുന്നു. അല്ല, അത് അതിൻ്റെ 2 വശമുണ്ടെന്ന് പറയുന്നത്. ഒന്ന്, പ്രധാന വശം പരിഹാരമല്ലേ? അല്ല, പരിഹാരത്തിനാണല്ലോ ഞാൻ ദീർഘകാല പരിപാടികൾ ആവിഷ്കരിച്ച് വരികയാണെന്ന് പറഞ്ഞത്. അതിനാണല്ലോ ഞാൻ പറഞ്ഞത് തടയണകൾ കെട്ടുന്നു, ഭക്ഷ്യോപയോഗമായ വൃക്ഷങ്ങൾ നട്ടു വളർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, വനത്തിനുള്ളിൽ അധിനിവേശ സസ്യങ്ങൾ മാറ്റാൻ വേണ്ടി ഇപ്പം 2700 ഹെക്ടറിൽ അധിനിവേശ സസ്യങ്ങൾ മാറ്റിക്കഴിഞ്ഞു, സൗരോർജ്ജ വേലി കെട്ടുന്നു, ആധുനിക സങ്കേതങ്ങൾ എടുക്കുന്നു, ഏർലി വാർണിംഗ് സിസ്റ്റം ഏർപ്പെടുത്തുന്നു. ഇപ്പം 400 ക്യാമറകൾ സ്ഥാപിച്ചില്ലേ ഈ ഹോട്ട് സ്പോട്ടുകളിൽ? ആ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. വനത്തിനുള്ളിൽ ക്വാറികളെ യഥേഷ്ടം ഉണ്ടാകുന്നു, ജലചോഷണം നടക്കുന്നു, പിന്നെ ഫെൻസിങ് പൂർണ്ണമാക്കിയിട്ടില്ല, ഈ അതിർത്തിയിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികൾ നടന്നുകൊണ്ട് മൃഗങ്ങൾ കാടിറങ്ങി വരുന്നു. ഇങ്ങനെയുള്ള അടിയന്തരമായിട്ട് നടത്തേണ്ട നടപടികൾ വനംവകുപ്പ് അത് ചെയ്യുന്നുണ്ടല്ലോ, ചെയ്തിരുന്ന. അതെന്താ മാഡം അങ്ങനെ ചോദിക്കുന്നത്? ഇന്ന് നമ്മളിവിടെ ഒരു പെട്ടെന്ന് ഇടുന്ന കൈതച്ചക്ക നട്ടു, എത്ര ദിവസം എടുക്കും? അത് നടാനും വളരാനും കായ്ക്കാനുമുള്ള സമയം എടുക്കില്ലേ? ആ സമയം ഒരു ദിവസമാണോ, ഒരാഴ്ചയാണോ, 2 ആഴ്ചയാണോ, 4-5 മാസം എടുക്കുന്ന ഒരു പ്രക്രിയയല്ലേ അത്? ആ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള സമയം വേണമെന്നേ പറഞ്ഞുള്ളൂ. ഓരോന്നിനും ഓരോ പ്രക്രിയ പൂർത്തിയാക്കണം. ഇപ്പം വേലി കെട്ടുന്നു. എങ്ങനെയാണ് വേലി കെട്ടുന്നത്? പണം അനുവദിക്കണം, ടെൻഡർ വിളിക്കണം, എഗ്രിമെൻ്റ് ഒപ്പുവെക്കണം, നടത്തണം. നമ്മൾ രാജ്യത്ത് നിലവിലുള്ള നിയമങ്ങൾ അപ്പോൾ അതുകൊണ്ടാണ് നിയമങ്ങളിലാണ് പരിഷ്കാരം വേണ്ടത്. ഇവരെ രക്ഷിക്കണമെങ്കിൽ, ശാശ്വത പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ നിലവിലുള്ള നിയമത്തിൽ കാതലായ മാറ്റം വരികയും സംസ്ഥാനങ്ങൾക്ക് അതാത് സംസ്ഥാനങ്ങളിലെ സാഹചര്യം അനുസരിച്ച് പ്രവർത്തിക്കാനാവശ്യമായ ഫ്ലെക്സിബിലിറ്റി നൽകുകയും വേണം. അത് തരാത്തതിനെക്കുറിച്ച് പറയാതെ മറച്ചു വെച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് മാത്രം പ്രതിക്കൂട്ടിൽ കയറ്റുമ്പോഴാണ് രാഷ്ട്രീയം ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നത്. ആ കടുവ പിടിച്ചൊരു സ്ത്രീ മരിച്ച സംഭവത്തിൽ വനംവകുപ്പ് അവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പലതവണ പറഞ്ഞു, അതുപോലും ചെയ്തില്ല എന്നൊക്കെയുള്ള ചെറിയ ചെറിയ ലൈറ്റ് ഇടണമെന്ന് ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? എപ്പോൾ പറഞ്ഞു? നാട്ടുകാർ ആ രീതിയിലുള്ള അത് അവിടെ പറയാൻ വികാരപരമായി പറയാം. അപ്പോൾ ഞാൻ ആ വികാരം പറയുമ്പോൾ ശരി ആയിക്കോട്ടെ എന്ന് പറയാമെന്നല്ലാതെ നമ്മൾ അവിടെ ലൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്തില്ലേന്ന് അന്വേഷിക്കുക.
അപ്പോൾ ഈ വരുന്ന പരാതികളിൽ പരാതികൾ പലതും വികാരപരമായ സാഹചര്യത്തിൽ പ്രചരണത്തിൻ്റെ ശക്തി കൊണ്ട് വരുന്നു പോകുന്ന കുറേ കാര്യങ്ങൾ. എന്നാൽ ആ വികാരമുണ്ടാക്കാനിടയായ സാഹചര്യത്തെ ഞാൻ ന്യായീകരിക്കുന്നു. അത് സാഹചര്യമുണ്ട്, അത് അവരുടെ ഭാഗത്താണ് ഞാൻ. പക്ഷേ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സാഹചര്യം ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യമാണ്. അത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ്. അതിന് നമ്മൾ പണം അനുവദിച്ചില്ലേ, അനുവാദം കൊടുത്തില്ലേ, ടെൻഡർ വെച്ചില്ലേ, ടെൻഡർ എടുക്കാൻ ആൾ വരാതെ എന്നാൽ ഒരു പ്രാവശ്യം ക്യാൻസൽ ചെയ്ത് 3 പ്രാവശ്യം ചെയ്യണമെന്നല്ലേ നിലവിലുള്ള വ്യവസ്ഥ. മിനിസ്റ്റർ അപ്പോൾ ഞാൻ ചോദിക്കാം, അല്ല ഇനി ഞാൻ അതിനും കൂടെ ഒന്ന് പറയാം. ഇതിന് മുമ്പൊരു വനം വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടതാണെന്ന്. അതിനെക്കുറിച്ച് എന്താ നിങ്ങൾ മൗനം പാലിക്കുന്നത്? കോവിഡിന് ശേഷമാണ് ഇത്രയധികം വന്യമൃഗങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് വരുന്നത് തുടങ്ങിയത്, ആ എണ്ണം കൂടിയത്. അതൊരു കൃത്യമായിട്ടുള്ള ഒരു പഠനമെങ്കിലും വനംവകുപ്പ് നടത്തിയിട്ടുണ്ടോ? എല്ലാം ഇപ്പം നമ്മൾ നടത്തുന്നത് ഈ സംഭവങ്ങൾ ഉണ്ടായതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. എന്തുകൊണ്ടാണ് ഉണ്ടായത്, അതാണ് കാരണം കണ്ടുപിടിക്കണം എന്ന് പറയും. എന്തുകൊണ്ട് അല്ല, അതിൽ എന്തെങ്കിലും ഒരു പഠനം നടത്തുന്നുണ്ടോ? പഠനം പല നിർദ്ദേശങ്ങൾ എടുക്കുന്നല്ലാതെ നടത്തുന്നുണ്ട്, അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? അല്ല, അതിപ്പം വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ്. പക്ഷേ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം യോഗം വിളിച്ച് കൂട്ടിയിട്ട് കുറച്ചും കൂടി ഈ മറ്റ് നാടുകളിലെ വിദഗ്ധന്മാരുണ്ടല്ലോ, ഈ കാര്യത്തിൽ ഫലപ്രദമായി ഇടപെട്ട് മാതൃക കാണിച്ച വിദഗ്ധന്മാരുമായ ഒരു പാനൽ ഉണ്ടാക്കി അടിയന്തരമായും അങ്ങനെ റിപ്പോർട്ട് ഉണ്ടാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലേക്ക് വളരെ ഗൗരവത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ ആ നടപടികളുണ്ടാകും. ഈ രാഷ്ട്രീയ പാർട്ടികളുടേതല്ലാത്ത പ്രതിഷേധങ്ങൾ മലയോര മേഖലകളിലുണ്ട്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, മുന്നണി തന്നെ ഒരു തലവേദനയിലേക്ക് പോകില്ലേ, അങ്ങനെ വിചാരിക്കുന്നില്ലേ? അല്ല, ജനങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറാകും. അത് രാഷ്ട്രീയമായ ഏറ്റക്കുറച്ചുകൾ ഉണ്ടാക്കും. സ്വാഭാവികമായും അത് ഗവൺമെൻറ്റിനെ ദോഷകരമായി ബാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഈ വോട്ട് രാഷ്ട്രീയത്തിനപ്പുറം ജനങ്ങളെ രക്ഷിക്കാനുള്ള ദീർഘകാല ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിക്കുക. ഇതിലൂടെ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ മരണസംഖ്യ കൂടുകയല്ല കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇല്ലാത്ത കണക്ക് പറഞ്ഞ് നടത്തുന്ന പ്രതിഷേധവും ഹർത്താലും ഒക്കെയാണോ ഇത്? അല്ല, ഞാൻ ബ്ലെയിം ചെയ്യില്ല. ഇത് ഒന്നായാലും മരിക്കാൻ പാടില്ലല്ലോ, ഒരാൾ പോലും മരിക്കാൻ പാടില്ല എന്നാണ്. അല്ല, ഈ വനമന്ത്രിയുടെ കാലത്ത് ഇത് കൂടുന്നു, അതുകൊണ്ട് വനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞ് നടത്തുന്ന പ്രതിഷേധമാണ്. ആ കണക്കിൽ കാര്യമില്ല. അല്ല, പ്രതിപക്ഷ മുദ്രാവാക്യമല്ലേ. പ്രതിപക്ഷ മുദ്രാവാക്യം ഞാൻ പ്രതിപക്ഷത്തിരിക്കും, ഇങ്ങനെ ആ ചാൻസ് കിട്ടിയാൽ ഞാനും പറയും. പക്ഷേ ഈ കണക്കുകൾ പറയുന്നത് ഇനിയിപ്പോൾ എന്താണ്, അതിനാണ് ഞങ്ങൾ ഒരു പുതിയ നിർദ്ദേശം പ്രാവർത്തികമാക്കാൻ പോകുന്നത്. പാമ്പ് കടി രഹിത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ കഴിയും, അത് എളുപ്പത്തിൽ കഴിയും. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, പാമ്പ് കടിയേറ്റവരിൽ 90% പേരും മരിക്കുന്നത് ആൻറ്റി വനം തേടി അന്വേഷിച്ച് നടക്കുന്ന കാലതാമസം കൊണ്ടാണ്. അപ്പോൾ ആരോഗ്യവകുപ്പുമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് എല്ലാ പ്രൈമറി ഫാമിലി ഹെൽത്ത് സെൻ്ററുകളിലും ആൻറ്റി വനം ഉറപ്പാക്കുകയും സർപ്പ ആപ്പ് എന്ന പേരിൽ ആപ്പ് ഉണ്ടാക്കി നിയറസ്റ്റ് സ്ഥലം എവിടെയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ തദ്ദേശ ഭരണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്തുകൾ ചെയ്യേണ്ടത്, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ആൻറ്റിവനം ഉറപ്പാക്കണം, ഇങ്ങനെ ചില ഇനിഷ്യേറ്റീവുകൾ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടും ആഫ്റ്റർ ഓൾ ഇതെല്ലാം വനം വകുപ്പിൻ്റെ തലയിൽ വരികയും മന്ത്രി ഉത്തരം പറയേണ്ട ബാധ്യതയിലുമാണ്. അങ്ങനെ അല്ല, അങ്ങനെ മന്ത്രി ഉത്തരം പറയേണ്ട ബാധ്യത മന്ത്രിക്കാതെ മന്ത്രിയാണല്ലോ ഉത്തരം പറയേണ്ടത്. ഗവൺമെൻറ്റിന് വേണ്ടി ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ആരാണ്? മന്ത്രിയല്ലേ. മറ്റു 2 വകുപ്പുകൾ കൂടെ കാര്യക്ഷമമായാൽ ഇത്രയും ഉത്തരം പറയേണ്ടി വരില്ലല്ലോ. അല്ല, ഇതിപ്പം നമ്മൾ തുടങ്ങിയതല്ലേ. ഇതിപ്പം മുഖ്യമന്ത്രി ബന്ധപ്പെട്ട മന്ത്രിമാരുടെയും വകുപ്പ് തല സെക്രട്ടറിമാരുടെയും യോഗം വിളിച്ചു കൂട്ടി അതെങ്ങനെ പ്രാവർത്തികമാക്കും. അപ്പോഴെന്ത് വേണം? ആൻറ്റി വനം ലഭ്യമാക്കണം. അവിടെ എന്താ ഒരു വ്യത്യാസം? നമ്മളിപ്പോൾ കേരളത്തിലേക്ക് ആൻറ്റി വനം കൊണ്ടുവരുന്നത് നീലഗിരി തുടങ്ങിയ തണുപ്പുള്ള പ്രദേശങ്ങളിലെ ആൻറ്റി വനമാണ്. എന്നാൽ ഇവിടെ നമ്മൾക്കെന്താണ്, ഇവിടെ ചൂടുള്ള അന്തരീക്ഷമാണുള്ളത്. അപ്പോൾ ആ വനം വേണ്ടത്ര ഫലപ്രദമായി ഇഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് വന്നേക്കും. അതുകൊണ്ട് നമ്മളിവിടെ ശരാശരി 1500-1300 പാമ്പുകളെ പിടിക്കുന്നുണ്ട്, നാട്ടുകാരും വനം വകുപ്പും എല്ലാം ചേർന്ന്. ഇവരിൽ നിന്ന് ആൻറ്റി വനം ശേഖരിക്കാം. അത് സൂക്ഷിക്കാനും പ്രോസസ്സ് ചെയ്യാനും നമുക്ക് ലാബറട്ടറി ഉണ്ട്.
നമ്മുടെ ഒരു ലാബറട്ടറി അതിനനുസരിച്ച് ഡെവലപ്പ്, അതാണ് ഹെൽത്ത് വകുപ്പിന്. ഈ ക്രൈസ്തവ സഭകളുടെ അധ്യക്ഷന്മാർ പോലും മന്ത്രിക്കെതിരെ നേരിട്ട് പ്രസ്താവനകൾ ഇറക്കിയാണ്. അതിലൊരു അതൃപ്തി പ്രകടമാണ്. പക്ഷേ അത് മനസ്സിലാക്കുന്നുണ്ടോ ശരിക്കും? ബിഷപ്പ് വിമർശിക്കാനാണ് താങ്കൾ പോയത്, ഒരു രാഷ്ട്രീയ വിമർശനമാണ് ബിഷപ്പ് നടത്തിയത്. അതാണ് അങ്ങനെ ഞാനെന്താ പറഞ്ഞത്, ബിഷപ്പന്മാരിൽ നിന്നും പരുഷവാക്കുകൾ സമൂഹം പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തു നിന്നും പരുഷവാക്കുകൾ, നല്ല വാക്കുകൾ കൊണ്ട് തിരുത്തിക്കണമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. തിരുത്തിക്കണം തന്നെ ഞാൻ പറഞ്ഞത്. നല്ല വാക്കുകൾ ഉപയോഗിച്ച് തിരുത്തിക്കുന്ന ആളുകളാണ് മതമേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും എന്നാണ് ഞാൻ മനസ്സിലായത്. സാന്ത്വന വാക്കുകളെ പറയുക, അവരുടെ വാക്കുകൾ നല്ലതാണ്. പക്ഷെ ചിലപ്പോൾ പരുഷമായി പോകുന്നുണ്ടോ എന്ന് അവരൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാനത് ഡെഫിനറ്റായിട്ട് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല. അല്ല, മലയോര മേഖല ആൾക്കാർ മരിക്കുന്നു, കൃഷി നാശമുണ്ടാക്കുന്നു. എങ്ങനെ സാന്ത്വന ഭാഷയിൽ അവർക്കും സംസാരിക്കാൻ സാധിക്കും? അല്ല, അവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണല്ലോ. അവർ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നവരാകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവർ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അവരിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ മുഷ്ടി ചുരുട്ടി തെരുവിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ആണോ ഇത്തരം സമൂഹത്തിലെ വലിയ മഹനീയ സ്ഥാനങ്ങൾ വഹിക്കുന്നവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ നല്ല വാക്കുകൾ കൊണ്ട് തിരുത്തിക്കാലോ. അപ്പോൾ ഒരു നല്ല വാക്ക് പറയുന്നതായിരുന്നു നല്ലത്, നല്ല വാക്കിലൂടെ തിരുത്തിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെയൊക്കെ നമ്മൾ ഒരു നിഷേധാത്മകമായ നിലവായിട്ട് ഒരു ശത്രുവിനെ പോലെ കണ്ടാൽ നമുക്ക് നമ്മുടെ സ്വതസിദ്ധമായ ചില കാര്യങ്ങൾ, നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അത് അവരെ പ്രകോപിപ്പിച്ചില്ലേ അല്ല, ബിഷപ്പുമാർ അതിനുശേഷവും മന്ത്രിക്കെതിരെ വിമർശനങ്ങൾ നടത്തി? അതായത് അവരെ പ്രകോപിപ്പിച്ചില്ലേ താങ്കളുടെ? അയ്യോ, അവർ പ്രകോപിപ്പിച്ചിട്ടൊന്നുമില്ല. അവർ ആ സ്റ്റാൻഡാണ്, ആ സ്റ്റാൻഡിൽ നിന്ന് അവർ മാറിയില്ല. എന്തുകൊണ്ടെന്നാൽ അവിടെയാണ് മലയോര മേഖലയിൽ കർഷക സമൂഹത്തിൻ്റെ ഇടയിൽ സ്വാധീനം നേടാൻ വിവിധ രാഷ്ട്രീയ സംഘടനകളും സാമൂഹ്യ സംഘടനകളും NGOകളും പ്രവർത്തിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള മത്സരം വളരെ വലുതാണ്. ആ മത്സരത്തിൽ അവർ ഞാനാണ് കേമൻ എന്ന് തെളിയിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് എന്താ വരുന്നത്? വയനാട് അങ്ങോട്ട് പോകാൻ വയ്യ, ഇടുക്കി അങ്ങോട്ട് പോകാൻ വയ്യ. സ്റ്റേറ്റിൻ്റെ പൊതു താല്പര്യങ്ങൾക്ക് ഹാനികരമായ വിധത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിനുള്ള ഉത്കണ്ഠയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ക് കുറയുന്ന കണക്കാണ് എന്ന് മന്ത്രി പറയുന്നു. പിന്നെ ഈ നടക്കുന്ന പ്രതിഷേധവും ഹർത്താലും ഒക്കെ ഇത്തരം ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എന്നാണോ? ഒരു നല്ല ഏറിയ പങ്കും അങ്ങനെയാണ്. വനം കയ്യേറ്റമാണോ ഇതിൻ്റെ എല്ലാം കാതലായിട്ടുള്ള കാരണം? അത് തുറന്നു പറയാൻ രാഷ്ട്രീയ നേതാക്കൾക്ക് കഴിയാത്തതാണ്. വനം കയ്യേറ്റം ഇപ്പോൾ കാര്യമായി നടക്കുന്നില്ല എന്ന്, കുറവാണെന്ന് എൻ്റെ ഒരു നിഗമനം. നേരത്തെ മുൻകാലങ്ങളിൽ നടന്നതുപോലെയുള്ള വനം കയ്യേറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയില്ല. പക്ഷെ നമ്മളൊരു കാര്യം, അവിടെയും നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഭയന്നിട്ട് കാര്യമില്ല. ഈ കാട്ടിൻ്റെ സമീപത്തോടു കൂടിയോ ഉൾക്കാടുകളിലേക്കോ പോകുന്ന റോഡുകളിലാണല്ലോ ഇത് സംഭവിക്കുന്നത്, അല്ലേ? അവിടെ പോകുമ്പോൾ മുന്നറിയിപ്പുകൾ നമ്മൾ കൊടുത്തിട്ടില്ലേ, ബോർഡുകൾ വെച്ചിട്ടില്ലേ? ആരെങ്കിലും അനുസരിക്കുന്നുണ്ടോ? കാട്ടാന വന്ന് ചവിട്ടിക്കൊന്നതും കടുവ പിടിച്ചതും പുലി ഇറങ്ങിയതും ഒക്കെ ഈ അതിർത്തി റോഡുകളിലാണോ? ആണല്ലോ. കൃഷിയിടങ്ങളിൽ വരികയും ഇപ്പോൾ ഒരു കൃഷിയിടങ്ങളിൽ തൊട്ടാണല്ലോ ഈ കാടുള്ളത്. കാടും കൃഷിയിടങ്ങളും തമ്മിൽ എത്ര വ്യത്യാസമുണ്ടോ? അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ കാടിനും കൃഷിയിടങ്ങൾക്കുമെതിരെ ഒരു ഓപ്പൺ സ്പേസ് കാട് തെളിയിച്ച് ഒരു ഇതുണ്ടാക്കുകയാണ്. എന്നാൽ അകലെ നിന്ന് കാണാൻ സാധിക്കും. മിനിസ്റ്റർ, 21.81%. ഇതിപ്പോൾ ഈ ജനുവരിയിലെ റിപ്പോർട്ടാണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക്. അത് ഈ റിപ്പോർട്ടുകളൊക്കെ എനിക്കൊന്ന് വനംവകുപ്പിൻ്റെ മുന്നിൽ ആ റിപ്പോർട്ട് എത്തിയിട്ടുണ്ടാവും. അതിൽ റിസോർട്ടുകളുണ്ട്, ഇക്കോ ടൂറിസത്തിൻ്റെ പേരിലുള്ള കാര്യങ്ങളുണ്ട്, ക്വാറികളൊക്കെ ഉണ്ട്. ഈ വനം കൊള്ള വ്യക്തമായിട്ട് നടക്കുന്നുണ്ട്. അത് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരും മന്ത്രിയും ഒന്നും അറിയുന്നില്ല എന്നാണ്. വനം കൊള്ള ഞാൻ വ്യാപകമായി ഉള്ളതെന്നല്ലേ പറഞ്ഞത്. വനം കൊള്ള നടക്കുന്നുണ്ട്, കേസെടുക്കുന്നുണ്ട്, ശിക്ഷിക്കുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷം എത്ര കേസെടുത്തു? അതുകൊണ്ട് എൻ്റെ ഒരു മിടുക്കല്ല. നമ്മൾ വനംവകുപ്പ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അതിൻ്റെ അടിസ്ഥാനത്താണ് വനം കൊള്ള. അപ്പോൾ പിന്നെന്താണ് അവിടെ താങ്കൾ ചോദിച്ചതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കാര്യം കൂടിയുണ്ട്. ഈ റിസോർട്ടുകൾക്ക് എന്താണ് വേണ്ടത്? അവരുടെ പരസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആനയെ നേരിട്ട് കാണണമെങ്കിൽ ഈ റിസോർട്ടിൽ വരിക,
ഇത് തെറ്റാന്ന് ഏതെങ്കിലും ഒരു മാധ്യമം പറഞ്ഞു? അല്ല, ഇതും നടപടി എടുത്തൂടെ വനം വകുപ്പിന്? മാധ്യമങ്ങൾ പറയണോ വനം വകുപ്പിനും അല്ല, നടപടി എടുത്തു? മാധ്യമങ്ങളാണല്ലോ എല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് അത് നല്ല 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 നിലപാടാണെന്ന് ഞാൻ പറഞ്ഞത്. മാധ്യമങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൻ്റെ അല്ല, ഈ പറഞ്ഞ വിഷയത്തിൽ വനം വകുപ്പിന് നേരിട്ട് അല്ലെന്ന് ഞാൻ പറയുന്നത്. മാധ്യമങ്ങൾ നല്ല കാര്യം ചെയ്യുന്നു എന്നാണ്. മാധ്യമങ്ങളുടെ ഇടപെടൽ മോശം എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പറയാം. മാധ്യമങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ അത് വരും. കൂടുതൽ ജാഗ്രത പാലിക്കാൻ ഞങ്ങൾക്ക് കരുത്ത് നൽകും. സാധാരണ ഒരു വേട്ടയാടി ഏതെങ്കിലും ഒരു വന്യമൃഗത്തെ പിടിച്ചാൽ അത് പാകം ചെയ്തൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് പിടിക്കാൻ ഫോറസ്റ്റ് വകുപ്പൊക്കെ വരാറുണ്ട് ആൾക്കാരെ. ഇതിലൊന്നും നടപടി ഉണ്ടാവണ്ടേ? ഇതിലൊക്കെ നേരിട്ട് മാധ്യമങ്ങൾ ഇടപെടാതെ ഇതിലൊരു നടപടി ഉണ്ടാവണ്ടേ? അല്ല, നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? കോറികൾക്ക് അനുവാദം കൊടുക്കുന്നതാരാ? റിസോർട്ടുകൾക്ക് അനുവാദം കൊടുക്കുന്നതാരാണ്? പക്ഷേ കോറികളും റിസോർട്ടുകളും എല്ലാം ഉള്ളതാണ് നമ്മുടെ ഈ ലോകം, നമ്മുടെ ഈ ഭൂമി. ഞാൻ ആ ഒരു കാഴ്ചപ്പാടാണ്. നമുക്കെല്ലാം വേണം, പക്ഷേ അത് സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് പരസ്പരം ഉള്ള പാരസ്പര്യത്തോടു കൂടിയ പൊതുസമൂഹത്തിൻ്റെ ജീവിതത്തിന്. വനത്തിനകത്ത് ക്വാറി അതെങ്ങനെയാണ് അത് വേണമെന്ന് മിനിസ്റ്റർ പറയാൻ കഴിയും? അല്ല, അത് ഇത്ര കിലോമീറ്റർ ദൂരം മതി എന്നൊക്കെ ഒരു അളവൊക്കെ ഉണ്ട്. നമ്മളിപ്പം കേന്ദ്ര ഈ നിയമം മാറ്റൂല എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് കോറികൾ സ്ഥാപിക്കുന്നതിന് നിയമത്തിൽ ഇളവ് വരുത്തിയില്ല. ഇന്നുപോലും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. അത്തരം വാർത്തകളൊക്കെ എല്ലാ ദിവസവും ഞാനിത് റിപ്പോർട്ട് പറഞ്ഞ ചെയ്യേണ്ടി എൻ്റെ വരിക. ഒരു മഹത്വം പറയാനില്ല. ഞാൻ അവരെ കൂടിയാണെന്ന് പറയാനാണ്. അവരൊരു മുദ്രാവാക്യം വിളിച്ചു വന്നതിൻ്റെ പേരിലോ അവരെതിരായി പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിലോ എൻ്റെ കാറിന് നേരെ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിലോ അവിടെ ഞാൻ പറഞ്ഞു ഒരു കുട്ടിയുടെ പേരിലും കേസെടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു കുട്ടിയുടെ പേരിലും. നാട്ടിലിറങ്ങി കാട്ടുമൃഗങ്ങൾ ജീവൻ എടുക്കുന്ന ഒരു സ്ഥിതി, അതൊരു അടിയന്തര കാര്യമാണല്ലോ. അത് എത്ര കാലത്തിനുള്ളിലെങ്കിലും അതിലൊരു പരിഹാരം ഉണ്ടാക്കും, അതൊരു സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ ഓരോ നടപടികളും എത്രയും വേഗം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിന് എത്രയും വേഗം സാധിക്കും അത്രയും വേഗം. ഒരാഴ്ച കൊണ്ട് കഴിയുന്നില്ല, ഒരാഴ്ച കൊണ്ട്. ഞാൻ ഇന്നിപ്പം പറഞ്ഞിരിക്കുന്നതാണ്, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത് ടെൻഡർ നടപടികളെന്ന് പറഞ്ഞ് മാറ്റിനിട്ട് പറ്റില്ല. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് നെഗോഷിയേറ്റിംഗ് ടെൻഡർ എന്നാണ് നമ്മളതിന് അങ്ങനെ പറയുന്നത്. എന്താ അതിന് പറയാം? നെഗോഷിയേറ്റ് ചെയ്യുക എന്നുള്ളത്. നെഗോഷിയേറ്റ് ചെയ്ത് പണി പൂർത്തിയാക്കണം. ഇപ്പോൾ അനുവദിച്ച പണത്തിൻ്റെ ടെൻഡർ ചെയ്ത പണി ഒരു മാസത്തിനകം പൂർത്തിയാക്കണമെന്ന നിർദ്ദേശം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്. NCPയുടെ ഭാവി ഇനി ശോഭനമാണ്. ഈ രണ്ടു പേരിൽ ആണോ ഇനി NCPയുടെ ഭാവി? അല്ല, NCPയുടെ ഭാവി NCPയിലെ സംസ്ഥാന നേതൃത്വം, ഞാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന ദേശീയ നേതൃത്വത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. എന്ത് ട്വിസ്റ്റ് പാർട്ടിയിലുണ്ടായി? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഇറങ്ങിയ തോമസ് കെ തോമസ്, താങ്കളും ഒരുമിച്ച് ഇപ്പോൾ നിൽക്കുന്നു, അദ്ദേഹം അധ്യക്ഷനാകുന്നു, താങ്കൾ മന്ത്രിയെ തുടർന്നു, PC ചാക്കോ രാജിവെച്ചു. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ തമ്മിൽ അടിപൊളി വേണമെന്നാണ്. ഞാൻ താങ്കളോട് ഒരു കാര്യം പറഞ്ഞു, നടന്നില്ല. അതുകൊണ്ട് പിറ്റത്തെ മിനിറ്റ് തൊട്ട് നിങ്ങളെ കണ്ടാൽ മൂന്നിരിച്ച് നടക്കുക വേണ്ട. അത് നിങ്ങൾക്ക് ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് ഞാൻ മനസ്സിലാക്കുക. പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നതാണ് സഹകരണത്തിൻ്റെ ഞങ്ങളുടെ നിലപാട്. PC ചാക്കോ പ്രസിഡന്റ് സ്ഥാനത്ത് മാറി. ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് പകരം ഇന്നലെ ബോംബെയിൽ ആ ഒരു ചർച്ചയായിരുന്നു. പകരം ഒരു സംവിധാനം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ തന്നെ ശരത് പവാർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ ഉണ്ടാക്കുന്ന സംവിധാനത്തോടൊപ്പം ചേർന്ന് നിന്ന് ഞങ്ങൾ പ്രവർത്തിക്കും. പാർട്ടിയിൽ അഭിപ്രായ വ്യത്യാസങ്ങളല്ല, അഭിപ്രായങ്ങളാണുള്ളത്. തോമസ് കെ തോമസും AK ശശീന്ദ്രനും ഒരുമിച്ച് നിന്നപ്പോൾ PC ചാക്കോ പുറത്തായി, അതാണോ? അല്ലല്ല, അദ്ദേഹം പാർട്ടിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡൻ്റാണ്. അപ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യമുണ്ട്. കാരണം ഞങ്ങളുടെ പ്രസിഡന്റ് പ്രായാധിക്യവും അനാരോഗ്യവും ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹം പലതവണയായി ചാക്കോയോട് ആവശ്യപ്പെടുന്നത് ഡൽഹിയിൽ വന്ന് നിൽക്കണം, ഇവിടെ നോക്കാൻ ആരുമില്ല. ചാക്കോയെ പോലെ ദേശീയ തലത്തിൽ ബന്ധമുള്ള മറ്റൊരു നേതാവില്ല. നേതാക്കന്മാരുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുമായി പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനകാലം കൊണ്ട് രാഷ്ട്രീയ പൊതുജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ് അദ്ദേഹം സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയിരിക്കുന്നത്. CPM എല്ലാ കാലത്തും താങ്കളെ പിന്തുണച്ചിട്ടേ ഉള്ളൂ. ആ തരത്തിൽ മുഖ്യമന്ത്രിയാണെങ്കിലും ഈ കുട്ടനാട് സീറ്റ് CPM ഏറ്റെടുത്തേക്കും എന്നുള്ള വാർത്തകൾ, അത് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, NCP കാണുന്നത്? ഞാൻ കരുതുന്നില്ല. ചിലർക്ക് അഭിപ്രായം ഉണ്ടാവും. നമ്മളൊരു സമൂഹമല്ലേ, സമൂഹത്തിലെ ചിലർക്കിപ്പം എന്നെപ്പറ്റി ഇപ്പം താങ്കൾ ഉൾപ്പെടെ നല്ല വിമർശനാത്മകമായാണല്ലോ ഇപ്പം നോക്കി ചോദിച്ചത്. അതിനർത്ഥം നിങ്ങളെൻ്റെ ശത്രുവാണെന്നാണ്? അല്ലല്ലോ. അത് വിമർശനാത്മകമായി കാര്യങ്ങൾ കാണുക,
യാഥാർത്ഥ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുക, വിട്ടുവീഴ്ചയോടുകൂടി കാര്യങ്ങൾ നോക്കി നടത്താൻ ശ്രമിക്കുക. ഈ നിലപാടാണ് NCPക്കുള്ളത്. ഞങ്ങൾ തമ്മിൽ ആര് തമ്മിലും വ്യക്തിവിരോധമില്ല. വെള്ളാപ്പള്ളി അടക്കം പറഞ്ഞത് CPM കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ ഏറ്റെടുക്കുകയില്ല CPM, അത് ചോദിക്കുകയില്ല എന്നാണ് NCP പ്രതീക്ഷിക്കുന്നത്. ശ്രീ AK ശശീന്ദ്രൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മത്സരിച്ച് LDFൻ്റെ ബാനറിൽ മത്സരിച്ച് ജയിച്ച 2 സീറ്റുകളിൽ നമ്മളിൽ നിന്ന് മാറ്റുന്നത് എന്തിനാണ്? ഇപ്പോൾ MLAയോട് ചില കാര്യങ്ങളിൽ പരാജയമായിരിക്കും, അത് വെച്ചിട്ട് അദ്ദേഹത്തെ മാറ്റുന്നത്. എല്ലാ MLAയും എല്ലാ കാര്യങ്ങളിലും വിജയമാണ്. പരാജയം എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ MLAമാരും എല്ലാ കാര്യത്തിനും 100% വിജയമാണ്. ഞാൻ മന്ത്രി, ഞാൻ എല്ലാ കാര്യത്തിലും പരാജയമാണെന്നോ എല്ലാ കാര്യത്തിലും ജയിക്കുകയാണെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഓരോ പ്രശ്നത്തിൽ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങളും പരാജയങ്ങളും വിജയം ഉണ്ടാകും. അതൊക്കെ സമചിത്തതയോടുകൂടി കാണാനുള്ള പക്വതയാണ് സമൂഹം കാണിക്കേണ്ടത്, പരിണതപ്രജ്ഞരായ നേതാക്കൾ കാണിക്കേണ്ടത്, മതമേലധ്യക്ഷന്മാർ കാണിക്കേണ്ടതെന്ന പൊതു താല്പര്യമാണ് ഞാൻ പ്രകടിപ്പിച്ചത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീ AK ശശീന്ദ്രൻ മത്സര രംഗത്ത് ഉണ്ടാവും. അത് തീരുമാനിക്കാനുള്ള ഒരവകാശവും പറയാനുള്ള ഒരു അവകാശവും എനിക്കില്ല. പിന്നെ എന്തിനാ എനിക്കൊരു പാർട്ടി? എല്ലാ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കുക എന്നതല്ലല്ലോ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യവും തീരുമാനിച്ചിട്ടുമില്ലല്ലോ. അത് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും. തീരുമാനത്തിനൊക്കെ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ എൻ്റെ അഭിപ്രായം പറയും. തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം നടപ്പിലാക്കും. അത്രയേ ഉള്ളൂ. വളരെ നന്ദി മിനിസ്റ്റർ, ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചേർന്ന്. താങ്ക്സ്.